അണ്ണാ ആദ്യം ചിലി ബജ്ജി പിന്നെ ചായ. സോമേട്ടന്റെ സീനിയോറിറ്റി കേസിന്റെ വിധി പറഞ്ഞല്ലോ. ഇനി സോമേട്ടൻ സീനിയറാ. സെന്തിൽകുമാറിന്റെ റിവേഴ്സൻ ഉറപ്പാ. ഇനി ആപ്പീസ് വരെ നല്ല രസമായിരിക്കും. കീരി പാമ്പും തമ്മിലുള്ള സ്റ്റണ്ട് കാണാം. സാറ് കൂടി ഓർമ്മ എടുക്കണം. സർക്കാരിനെ സേവിക്കുന്നവരെ ആദ്യം സേവിക്കട്ടെ. ആ സ്വാഗത സംഘത്തിന്റെ മീറ്റിംഗ് ഉണ്ട്. 2 റൗണ്ട് കളിച്ചിട്ടുള്ള മീറ്റിംഗ് എല്ലാം അത് ശരിയാ. ഒരു നാടാണ്. ഞാനും ഇറങ്ങുക. നേരത്തെ പോയില്ലെങ്കിൽ ലിമിറ്റഡ് കിട്ടുകയില്ല. അതാ. നാളെ കാണാം. ഓ സാറ് പോണില്ലേ? 5 മണി വരെയല്ലേ ഓഫീസ് ടൈം. എന്നെ എന്താ പേര്? കൃഷ്ണമ്മ. ഒക്കെ ശരിയാവും കേട്ടോ. എവിടുന്ന് ശരിയാവാനാ? ശോശാമയുടെ പ്രസവം, ജെയിംസിന്റെ വീട് പണി, ഗംഗാധരന്റെ സീരിയല്, ഇതൊക്കെ കഴിഞ്ഞ് എന്റെ കടലാസ് മേലുദ്യോഗസ്ഥന്റെ കയ്യിൽ എത്തുമ്പോഴേക്കും ഞാൻ അങ്ങ് മേലോട്ട് എത്തിയിരിക്കും സാറേ. ഹേയ് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇന്ന് ജോയിൻ ചെയ്തോളൂ. ആ. ഫയലൊക്കെ ഒന്ന് നോക്കട്ടെ. ആ പേപ്പർ കൊണ്ട് തരും. കാര്യം ശരിയായാലേ ഞാൻ സാറിനെ വന്നൊന്ന് കാണുന്നുണ്ട്. എന്തെങ്കിലും കൈക്കൂലി ഇപ്പോഴെന്റെ കയ്യിൽ ഒന്നുമില്ല സാറേ. ഹലോ, മുഖ്യമന്ത്രിയല്ലേ? അതെ, മുഖ്യമന്ത്രിയാ. ആ പേര് പറ. പേര് പറ. എന്റെ പേര് നാരായണൻകുട്ടി. ആ എന്താ കുട്ടി? ഏടുന്നാ? തിരുവനന്തപുരത്ത്. ലോക്കലാ? ആ എന്താ പരാതി? എന്റെ സ്വന്തം കാര്യമല്ല സാർ. കപ്പൽശാലയിൽ താമസിച്ചിരുന്ന കൃഷ്ണമാൾ എന്ന് പറഞ്ഞൊരു വിധവ കഴിഞ്ഞ ഒരു പെറ്റീഷൻ കൊടുത്തിരുന്നു. അവിടെ ഒരു ഫാക്ടറി തുടങ്ങിയില്ലേ സാറേ? അപ്പോ ഗവൺമെന്റിൽ നിന്ന് ലാൻഡ് അക്യൂർ ചെയ്തപ്പോ അവരുടെ കിടപ്പാടം പോയി. പകരം ഗവൺമെന്റിൽ നിന്ന് സ്ഥലം കൊടുക്കുന്നൊക്കെ പറഞ്ഞൊരു സർക്കുലർ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോഴും ചുവപ്പ് നാടെ കുടുങ്ങി കിടക്കുക. ലാൽ സലാം. ആ ഇപ്പൊ എന്താണ് പൊസിഷൻ? സാങ്ഷൻ പേപ്പർ ക്ലാർക്ക് ഒന്ന് വെരിഫൈ ചെയ്താൽ മതി സാർ. ബാക്കിയൊക്കെ ഓക്കെയാ. ആ പിന്നെന്താണോ ഓൻ വെരിഫൈ ചെയ്യാത്തത്? അതാണ് പരാതി സാർ. റൈറ്റ്. ആ കൃത്യവിലോപ. അതെ അതെ. ആ കൃഷ്ണമാളോട് ഒരു പരാതി എഴുതി കൊടുക്കാൻ പറ. ശരി സാർ. സാറേ പിന്നെ ഈ സർക്കാർ ഓഫീസിലെ സ്റ്റാഫുകളൊന്നും കൃത്യസമയത്ത് വരുന്നില്ല സാർ. വന്നാൽ തന്നെ അവര് സമയത്തിന് മുമ്പ് തിരിച്ചു പോവാ. കൃത്യമായിട്ട് എങ്ങനെ പറയുന്നു? സാറേ ഞാനിപ്പോ സെക്രട്ടേറിയറ്റില്ല, ഡെപ്യൂട്ടേഷനില്ല. ഇതാരപ്പ ഞാനറിയാതെ സെക്രട്ടേറിയറ്റിൽ ഒരു നാരായണൻകുട്ടി. ആ എന്താ? ആ നമ്മടെ വക്കാലത്ത് നാരായണൻകുട്ടിയാ. അതെ സാർ, ലാൽ സലാം. പിന്നെ നമുക്ക് ശരിക്കും അറിയാപ്പാ. ഓനറിയാത്ത ഏത് മന്ത്രി ഇവിടെ ഉള്ള? നമ്മടെ ശശീന്ദ്രക്കുറുപ്പിനെ കസേരന്ന് തള്ളിയിട്ടോനല്ലേ? അയ്യോ അങ്ങനെയൊന്നും ഇല്ല ആ സാർ. പിന്നെ കൃഷ്ണമാള് കാര്യത്തിൽ ഈ ഒന്ന് ഇടപെടും. ഓ സ്പീഡാക്ക്. ഓ ഞാനും നോക്കാം. ശരി സാർ, ലാൽ സലാം. ലാൽ സലാം. ആ ഇല്ലെങ്കിൽ ഓൻ നമ്മളെ കോടതി കേട്ടു. ആ അല്ല, ഈ നാട്ടിൽ ഇങ്ങനെയും ചിലരൊക്കെ വേണപ്പാ. ഓൻ നമ്മുടെ ആളാ. സാർ, നമ്മുടെ വക്കാലത്ത് നാരായണൻകുട്ടി ടിവിയില്. വക്കാലത്ത് നാരായണൻകുട്ടി ഞാൻ സാറിനൊന്ന് കാണാൻ വന്നതാ. എല്ലാം ശരിയായി അല്ലേ? ആ ഒക്കെ ശരിയായി. കിടപ്പാട് അനുവദിച്ചു കിട്ടി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് വന്ന് നോക്കിയതല്ലേ. ഒരു വക്കാലത്ത് നാരായണൻകുട്ടിയാ മന്ത്രിയെ കൊണ്ടായി ചെയ്യിപ്പിച്ചത്. സാറേ എനിക്ക് ആ കുട്ടിയൊന്ന് നേരിട്ട് കാണണം. സാറിന് ആളെ അറിയാവോ? ഞാനിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. കൊള്ളാം നിന്റെ ഗുരുഭക്തി. നീ നന്നായി വരും. സമഹീന ജായന്മാരെ പറ്റിയുള്ള ഗുണാഭിനിവേശം, ഹീനസന്ധികൾ അറിയുമോ? ഇല്ല. നിനക്കറിയുമോ വക്കാലത്തെ? അർത്ഥശാസ്ത്രമാണ്. ചാണക്യൻ ദ ഗ്രേറ്റിന്റെ അർത്ഥശാസ്ത്രം
ശക്തിയെ സമ്പാദിപ്പാൻ ആഗ്രഹിക്കുന്നവൻ 6 ഗുണങ്ങൾ ഉപയോഗിക്കണം. തന്നെക്കാൾ അധികം ശക്തിയുള്ളവരോട് യുദ്ധം ചെയ്യരുത്, സന്ധി ചെയ്യണം. കാലാൽ പടയാളി ആനയോട് യുദ്ധം ചെയ്താൽ എങ്ങനെ ഇരിക്കും? മരണം സുനിശ്ചിതം. തനിക്ക് സമനായിട്ടുള്ളവരോടും യുദ്ധം ചെയ്യരുത്. ചെയ്താൽ ഒരു മൺകലം മറ്റൊരു മൺകലത്തെ മുട്ടിയതുപോലെ രണ്ടും പൊട്ടും. അവിടെയും സന്ധി ചെയ്യണം. തന്നെക്കാൾ ശക്തി കുറഞ്ഞവനെ അടിച്ചു വീഴ്ത്തണം. മൺകലം കല്ലെറിഞ്ഞ് പൊട്ടിക്കാം. മനസ്സിലായോ മാത്യു? ഇല്ലെങ്കിൽ നീ ഒന്ന് വീശ്. എന്താ പൗർണമി? அப்படியா? எங்க? கோழிக்கோடா? சரி சரி, நான் ஒரு 2 ஹவர்ஸ்ல வந்துடுறேன். அவளதான் பௌர்ணமி, என்னோட வைஃப். കോഴിക്കോട് ആരോ ചന്ദ്രനെ ദർശിച്ചു. അപ്പൊ ഇന്ന് മുതൽ 15 നാൾ പൗർണമി. സാർ, ഞാൻ കുറെ കാലമായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കുക. ഒരു ഭാര്യ നിലവിലിരിക്കെ രണ്ടാമതൊരു ഭാര്യ നിയമവിരുദ്ധമായി. ഞങ്ങൾ പറഞ്ഞതാ വേണ്ടെന്ന്, പക്ഷെ അല്പം കൂടിപ്പോയി. ഒന്നാ കട്ടിലേക്ക് എടുത്ത് വെച്ചേരും. ഗുഡ് നൈറ്റ്. ഇങ്ങേ വാ. 6 AM to 6 PM നിയമം കലക്കി കുടിച്ചവൻ. 6 PM to 6 AM യാതൊരു നിയന്ത്രണവുമില്ലാതെ മദ്യത്തിൽ എന്തും കലക്കി കുടിക്കുന്നവൻ. വളരെ ഓപ്പൺ. മദ്യത്തിന്റെ പുറത്ത് തോളത്ത് കൈയിട്ടുന്ന് വെച്ച് ആ സ്വാതന്ത്ര്യം ഒന്നും നാളെ ഓഫീസിൽ കാണിക്കണ്ട. ഭയങ്കര സ്ട്രിക്റ്റാ. ബാ മാത്യു, അല്പം കൂടി നേരത്തെ ഓഫീസിൽ വരണം. യു ഷുഡ് കം ലിറ്റിൽ ബിറ്റ് ഏർലിയർ. എക്സാക്ട്ലി 8 o'clock ഓഫീസിൽ ഉണ്ടായിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? ഹെവി ട്രാഫിക്. നോ എക്സ്ക്യൂസ്. ഡിലേഡ് ജസ്റ്റിസ് ഇസ് ഡിനൈഡ് ജസ്റ്റിസ്. അതുപോലെ ഡിലേഡ് പെർഫോമൻസ് ഇസ് നോൺ പെർഫോമൻസ്. ഐ എം സോറി സർ. പൗരന്മാരെ സാധാരണ നിയമങ്ങൾ വെറും 10 രൂപ. 2 വീലറിൽ പോകുമ്പോൾ കുട പിടിക്കാമോ? ബസ്സിൽ വെച്ച് മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ ബസ് നിർത്താൻ ആവശ്യപ്പെടാമോ? ഇങ്ങനെ ഒത്തിരി ഒത്തിരി നിയമങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിന്റെ ആദ്യ ജനനം മുതൽ അവസാനത്തെ മരണം വരെ അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി ഒത്തിരി നിയമങ്ങൾ. വെറും 10 രൂപ. വാങ്ങിക്കൂ, വായിക്കൂ. അതെ അതെ, 10 രൂപ. 10 രൂപ ഇനി ആർക്കാ വേണ്ടത്? 10 രൂപ. അയ്യോ, ഇതാര്? വക്കാലത്ത് നാരായണകുട്ടി സാറോ? സാറിനെത്തില്ല സാറേ ഈ പുസ്തകം. കൊല്ലം നടത്തിയ സൂചി വിൽക്കോ സാറേ? ഭരണഘടന മുതൽ ട്രാഫിക് നിയമം വരെ സാറിന് ബൈഹാട്ടല്ലേ? ക്യാപ്റ്റൻ ബോബി സാറേ, കത്തി, ലൈറ്റ് പച്ച കത്തി. സാറേ സാറേ, എന്നെ അപ്പുറത്തോട്ടൊന്നാക്കിക്കാം. ആവശ്യം അറിഞ്ഞിരിക്കേണ്ട നിയമം